എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ മാസങ്ങളായി വീഡിയോ ഇടാത്തത്. ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഞാൻ പറയാൻ പോകുന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലെല്ലാം കാണുന്ന ഒരു വീഡിയോ ആണ്. സിൽവർ കുതിച്ചു വരാണ്, ഇന്ന് പൊട്ടും നാളെ പൊട്ടും, ഇല്ലെങ്കിൽ ഗോൾഡ് ഇന്ന് പൊട്ടും നാളെ പൊട്ടും, ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നുള്ളത് അല്ലേ? നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഒരു കാര്യം ഈ സോ കോൾഡ് യൂട്യൂബേഴ്സിനോട് ഞാൻ ഒന്ന് പറയുകയാണ്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോ ഇട്ടിട്ട് പേടിപ്പിക്കല്ലേ. കാരണം എൻ്റെ ഒരു ചങ്ങാതി ഒരു മാസം മുമ്പ് 25 കിലോ സിൽവർ വാങ്ങി ദുബായിൽ നിന്ന്. ഓക്കെ, 8200 ദിറമിനാണ് കൊടുത്തത്. ഇന്ന് അതിൻ്റെ റേറ്റ് 1 കിലോയ്ക്ക് ഏകദേശം 13,000 ദിറമോളം വന്നു. അപ്പോൾ അവൻ്റെ ലാഭം കണക്കൂട്ടുക, ആ ലാഭം ഇൻറ്റു 25 kg. അപ്പോൾ അതാണ് പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും. നമ്മളിപ്പോൾ ഇന്ന് വിചാരിക്കും ഗോൾഡ് അയ്യോ ഭയങ്കര വില കൂടുതൽ വാങ്ങണ്ട എന്ന് വെച്ചിട്ട് ഗോൾഡിന് വില കുറയുന്നുണ്ടോ? ഇല്ല, അതിങ്ങനെ ലോങ് ടേമിന് പോയിക്കൊണ്ടേയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുള്ളത്, പണമുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഈ സോ കോൾഡ് യൂട്യൂബേഴ്സ് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ കുറച്ച് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അനലിസ്റ്റാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനാവും ഇങ്ങനാവും പൊട്ടും അതാവും ഇതാവും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ച് പണമുള്ളവരെല്ലാം അവിടെ ഇങ്ങനെ പണമെല്ലാം അവിടെ ഈ ബോക്സിലെല്ലാം വെച്ചിട്ട് മിണ്ടാണ്ട് നിന്നിട്ട് അവിടെ ഇങ്ങനെ നിന്നു. ഉണ്ടാക്കുന്നവർ നല്ലപോലെ ഉണ്ടാക്കി. അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീടായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നവരുണ്ടാകട്ടെ. എനിക്കറിയാം സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഇത് റിസ്ക് ഫാക്ടർ ഉണ്ട്. എന്നിരുന്നാലും ബിസിനസ് എല്ലാത്തും റിസ്ക് ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ. നിങ്ങളിങ്ങനെ നാളെ മറ്റന്നാൾ പൊട്ടിയോ കിട്ടിയോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിച്ചിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ആശം.